സർ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ BJP എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കുമോ സംസ്ഥാനത്ത്? മിക്കവാറും വരുന്ന പ്രീപോൾ സർവേകളും അതുപോലെ തന്നെ ഇപ്പൊ എന്റെയും അതുപോലെ NS മാധവന്റെയും കിടക്കുന്ന റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് ഏതാണ്ട് BJP 0 എന്നുള്ളത് തന്നെയാണ്. നമുക്ക് പക്ഷെ അതൊന്ന് വിശദമായി പരിശോധിക്കാം. ഏതൊക്കെ സീറ്റുകളിലാണ് BJP ഒരു സാധ്യതകൾ ഉള്ളത് എന്നുള്ളതൊന്ന് പരിശോധിക്കാം. ഇപ്പൊ നമ്മള് കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കാസർഗോഡും മഞ്ചേശ്വരവും അവർക്കൊരു സാധ്യതകളുള്ള ഏരിയയാണ്. പക്ഷേ ഈ കാസർഗോഡിൽ നമുക്കറിയാം ഇപ്പൊ ഷാനവാസ് പാദൂറാണ് മത്സരിക്കുന്നത് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട്. ഷാനവാസ് പാദൂറിനെ മഞ്ചേശ്വരത്ത് ഇട്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷെ വേണമെങ്കിൽ BJP കൂടെ ജയിക്കാൻ കഴിയുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ കുറെ മുസ്ലിം വോട്ടുകളിൽ ഒരു ഭിന്നത ഉണ്ടാക്കിയാണ് ഷാനവാസ് പാദൂർ. പക്ഷെ അതുകൊണ്ടാണ് അവിടെ ഇടാതിരുന്നത് യഥാർത്ഥത്തിൽ CPM. LDFന്റെ കാൻഡിഡേറ്റ് ആയിട്ട് അദ്ദേഹം കാസർഗോഡ് മത്സരിക്കുന്നു. അവിടെ വലിയ തോതിൽ വോട്ട് പിടിച്ചാൽ അവിടെ അശ്വിനിയാണ് BJPയുടെ സ്ഥാനാർത്ഥി. അവർക്കൊരു ചെറിയ സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. ഇതാണ് അവരുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതിലും നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കലക്ടർ മൈനാജിയാണ്, ബുദ്ധിമുട്ടാണ്. എക്സിസ്റ്റിംഗ് MLA ആണ്. പിന്നെ രണ്ടാമതുള്ളത് ഏറ്റവും വലിയ സാധ്യത കേരളത്തിലുള്ള അവരുടെ ഏറ്റവും വലിയൊരു മണ്ഡലമാണ് K. സുരേന്ദ്രൻ മത്സരിക്കുന്ന മഞ്ചേശ്വരം. കഴിഞ്ഞ തവണ ഏതാണ്ട് 100-ൽ താഴെ വോട്ടുകൾക്കും അതുപോലെ 800-ൽ താഴെ വോട്ടുകൾക്കുമാണ് കഴിഞ്ഞ മുമ്പത്തെ തവണയും പരാജയപ്പെട്ടത്. പക്ഷെ ഇത്തവണ ഞാൻ വിചാരിക്കുന്നത് കുറച്ചുകൂടി വലിയ മാർജിനിൽ AK അഷ്റഫ് ജയിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മാർജിനേക്കാൾ വലിയ മാർജിൻ. മുസ്ലിം ലീഗ് ഇതുവരെ പരാജയപ്പെടാത്തൊരു മണ്ഡലമാണ്. പക്ഷെ വളരെ നേരിയ മാർജിന് ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 2% വോട്ടുകൾ കുറഞ്ഞിരുന്നു UDF എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇത്തവണ അങ്ങനെ കുറയാൻ സാധ്യതയില്ല. ഇത്തവണ ജയാനന്ദിനെയാണ് LDF സ്ഥാനാർത്ഥിയായിട്ട് ഇട്ടേക്കുന്നത്. മിക്കവാറും തന്നെ വലിയ നേട്ടം അവിടെ UDF ഉണ്ടാക്കും. പിന്നെ SDPയുടെ വലിയൊരു പ്രതിസന്ധി അവിടെ ഉണ്ട്. പ്രതിസന്ധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SDPയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചെങ്കിൽ പോലും അവിടുത്തെ ലോക്കൽ നേതൃത്വം SDPI മൊത്തം മുസ്ലിം ലീഗിനെതിരാണ്. അപ്പൊ അതുകൊണ്ട് SDPയുടെ വോട്ട് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാകും. പക്ഷെ എങ്കിൽ പോലും അത് ഏതാണ്ട് അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളിലും വലിയ തോതിലുള്ള സാധ്യതയില്ല. പിന്നെ പാലക്കാടാണ്. പാലക്കാട് നമ്മളിപ്പോ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായ പണി അവിടെ BJPയുടെ ജില്ലാ നേതൃത്വം തന്നെ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം അവിടുത്തെ കൃഷ്ണകുമാർ പോലും അല്ല, കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടിയാണ് അത് നയിക്കുന്നത്. ഭാര്യ അവിടുത്തെ കൗൺസിലറാണ്, അറിയാലോ. അപ്പൊ അവര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കഴിഞ്ഞ തവണ പിഷാരടിയെ തടഞ്ഞത് തന്നെ പിഷാരടിക്ക് ഒരു അനുകൂല തരംഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പൊ അത് കോർപ്പറേഷന്റെ പരിധിക്കകത്ത് തന്നെ ഒരു സവർണ ഹിന്ദു വോട്ടുകളൊക്കെ കുറച്ചുള്ള സ്ഥലങ്ങളിലാണ് ഈ തടവിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതൊക്കെ തന്നെ പിഷാരടിക്ക് വലിയ അനുകൂലമായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം BJPയിൽ നിന്ന് ഒരു ചെറിയ ശതമാനം വോട്ടും അതുപോലെ വളരെ കൺസോളിഡേറ്റഡ് ആയിട്ട് മുസ്ലിം വോട്ടും ഒക്കെ ഷാഫിയുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് ഇപ്പൊ ഇത്തവണ പിഷാരടിക്ക് കിട്ടും. അങ്ങനെ പിഷാരടി രക്ഷപ്പെടാനാണ് സാധ്യത. CPMന്റെ ദുർബല സ്ഥാനാർത്ഥിയൊന്നുമല്ല, ശക്തനായ സ്ഥാനാർത്ഥിയാണ്. CPMന്റെ കണക്കൂട്ടൽ പക്ഷെ അത്രത്തോളം നടന്നിട്ടില്ല എന്നുള്ളതാണ്. അത് നടക്കാത്തതിന്റെ കാര്യം ഷാഫി പറമ്പിലും അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തകരും ഒക്കെ ഈ മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ വലിയ വ്യാപകമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. ഷാഫി പറമ്പിൽ അടക്കമുള്ള ആള് അല്ല, അതിന് തെളിവ് കിട്ടല്ലോ. അതിന് തെളിവുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ ഇപ്പം അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഏറ്റവും ആദ്യമേ തന്നെ UDF തന്നെ ഉയർത്തിയിട്ടുള്ളത് CPM BJP ഡീലാണ്. ഞാൻ പറഞ്ഞത് വേറെ എന്തെങ്കിലും പറഞ്ഞു. ഷാഫി നേതൃത്വം നൽകി എന്ന് പറയുന്നതിന് ഒരു തെളിവ്. ഷാഫി നേതൃത്വം നൽകി എന്ന് പറഞ്ഞാൽ അത് വ്യാപകമായി അവിടെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഒരു സംശയമില്ല. ആ പ്രചരിപ്പിക്കപ്പെട്ടതിൽ എന്തുകൊണ്ടാണ് പാലക്കാടിന്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് CPM BJP ഡീൽ വെച്ചേക്കുന്നത്. അല്ല, അതിൽ തെറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞ വേറെ ഏതെങ്കിലും അർത്ഥത്തിൽ ഉണ്ടാക്കി എന്നുള്ളതല്ല. അവിടെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം CPM-ഉം BJP-യും തമ്മിലുള്ള ഡീലുണ്ട്. ഡീലിന്റെ ഭാഗമായിട്ടാണ് NMR റസാഖ് എന്ന സ്ഥാനാർത്ഥി അവിടെ വന്നേക്കണത് എന്നുള്ളതാണ് പറഞ്ഞേക്കണത്. ആ പറഞ്ഞേക്കണത് തന്നെ യഥാർത്ഥത്തിൽ NMR റസാഖിന് സാധാരണ NMR റസാഖിന് ഒരു 5000-6000 ഒട്ടൊക്കെ പിടിക്കാൻ കഴിയുന്ന ഒരാളാണ്. അവിടുത്തെ പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങൾ റാവുത്തർ ഫാമിലിയാണ്, അത്തരത്തിൽ പിടിക്കാൻ കഴിയുന്ന ഒരാളാണ്. പക്ഷെ അതുപോലും പിടിച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമുണ്ടാകും. കാരണം BJP CPM-ആയിട്ടുള്ള ഒരു അലയൻസ് ആണോ എന്ന് പറയുന്ന ഭയമുള്ളത് കൊണ്ടാണ് അവിടെ അത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തിയത്. ആ പ്രചരണത്തിന് വലിയ ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കൺസോളിഡേറ്റഡ് ആയി വോട്ട് ബാങ്കുകൾ അവർക്ക് കിട്ടും. അങ്ങനെ കിട്ടിയാൽ തന്നെ പിന്നെ ഏതാണ്ട് രമേശ് പിഷാരടി ജയിക്കും, ചെറിയൊരു ശതമാനം മതി. അപ്പൊ അത്തരത്തിൽ ഉണ്ടായി എന്ന് മാത്രമല്ല, പിന്നെ ഏറ്റവും ഒടുവിലേക്ക് എത്തിയപ്പോൾ നമുക്കറിയാം ശോഭാ സുരേന്ദ്രന്റെ പണം വിതരണം പിടിക്കപ്പെട്ടു. ഈ പിടിക്കപ്പെട്ടതിന്റെ പിന്നിലൊക്കെ തന്നെ BJPയുടെ ഉള്ളിൽ നിന്നുള്ള ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രൻ ഒരു കാലത്ത് ജയിക്കണ്ട എന്നുള്ളത് അവർ വിചാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, K. സുരേന്ദ്രനും V. മുരളീധരനും ഒക്കെ ജയിക്കാത്തപ്പോ ശോഭാ സുരേന്ദ്രൻ മാത്രം അങ്ങോട്ട് ജയിച്ചു വിട്ടെ എന്ന് വിചാരിക്കാൻ പറ്റും? അപ്പൊ അതൊന്നും വിചാരിക്കാൻ പറ്റില്ല. ശോഭാ സുരേന്ദ്രൻ പരാജയപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പാണ്, ഒരു സംശയമില്ല. പിഷാരടിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു 10,000-ൽ താഴെയായിരിക്കും.
അല്ല 10,000-ൽ താഴെ ആയിരിക്കും, ആ കാര്യത്തിലൊന്നും സംശയമില്ല. ഒരു 7,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനൊക്കെ ജയിക്കാൻ സാധ്യതയുള്ളൂ. ഒരിക്കലും 18,840 വോട്ടുകളൊന്നും നേടി ജയിക്കാൻ സാധ്യതയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയ പോലെ. മാങ്കൂട്ടം ഒക്കെ തന്നെ അവിടെ ഒരു മോശം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ പ്രക്ഷോഭ് സി വത്സനൊക്കെ അവിടെ വലിയ മോശം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ജയിച്ചു വരാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ചില കൺസോൾട്ടേഷൻസ് അവിടെ ഉണ്ടാകുന്നതുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ പിഷാടിക്ക് വലിയ ബുദ്ധിമുട്ടായി പോയനെ. ഒരു ഫെയർ ആൻഡ് ഫ്രീ ആയിട്ടുള്ള ഇലക്ഷൻ അവിടെ നടന്നിരുന്നെങ്കിൽ പിഷാടിക്ക് വലിയ ബുദ്ധിമുട്ടായി പോയനെ. പിന്നെ പിഷാരടി വളരെ ബുദ്ധിമാനാണ് കേട്ടോ. മറ്റേ ധർമ്മജൻ ബോൾഗാട്ടിയെ പോലെ ഒന്നും അല്ല. ധർമ്മജൻ ബോൾഗാട്ടിയൊക്കെ തോക്കണ സീറ്റ് എടുത്ത് പാവത്തിന്റെ രാഷ്ട്രീയം എന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അവിടെ പോയി തോറ്റു. പക്ഷെ പിഷാരടി കുറച്ചുകൂടി ബുദ്ധിമാനാണ്, സേഫ് ആയിട്ടുള്ള ഒരു സീറ്റാണ് നോക്കി എടുത്തത്. അപ്പൊ അതെന്തോ ആയിക്കോട്ടെ. ഇനിയിപ്പോ അവിടെ ആ കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്, അതിലൊരു സംശയവും അവിടെ ഇല്ല. പിന്നെ അടുത്തതെന്ന് പറയുന്നത് മലമ്പുഴയാണ്. മലമ്പുഴ ബി ജെ പി ഒരു ശക്തി. മലമ്പുഴ ബി ജെ പി ഏതാണ്ട് 30% വോട്ട്, 30.9% വോട്ട് കഴിഞ്ഞ തവണ പിടിച്ചിട്ടുള്ള ആളുകളാണ്. ഇത്തവണ ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ കഴിയും എന്നവർ വിചാരിച്ചിരുന്ന ഒരു മണ്ഡലമാണ്. അവിടെ മത്സരിക്കുന്നത് സി കൃഷ്ണകുമാറാണ്. അവിടെ കണ്ടിന്യൂസ്ലി അദ്ദേഹം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. സി കൃഷ്ണകുമാർ അവിടെ ജയിക്കും എന്ന് കഴിഞ്ഞ ഈ ഇലക്ഷൻ ഏതാണ്ട് 3 മാസം മുമ്പ് പോലും അവരോട് ഉറപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത്തവണ അവിടെ സുരേഷാണ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. മറ്റേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കുറച്ചുകൂടി ദുർബലനാണെന്ന് ഞാൻ പറയും. അപ്പൊ സുരേഷ് അത്രത്തോളം ഒട്ടൊന്നും സമാഹരിക്കാൻ കഴിയില്ല. ഇത്തവണ മിക്കവാറും ഒരു അടുത്ത രണ്ടാമത്തേലേക്ക് എത്തിയേക്കാം. പക്ഷെ പ്രഭാകരൻ എന്ന് പറയുന്ന ആളാണ് MLA ആയിട്ട് മത്സരിക്കുന്നത്. അദ്ദേഹം തന്നെ അവിടെ ജയിക്കും. അവിടെയും ജയത്തിനുള്ള സാധ്യത ഇത്തവണ ബി ജെ പിക്ക് ഇല്ല. കാരണം ഇതിന്റെ ഒരു ചെറിയ പ്രതികരണങ്ങൾ അവിടെ കൂടി കിട്ടും. ഇവിടെ ശോഭാ സുരേന്ദ്രന് കിട്ടുന്നതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ എന്ത് ചെയ്യും, കിട്ടും, ചെറുതായിട്ട് കിട്ടും. അപ്പൊ അതാണ് അത്തരത്തിലുള്ള കാര്യം. പിന്നെ അഞ്ചാമത്തെ ഒരു മണ്ഡലം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ വളരെ ചെറിയൊരു മാർജിനിലാണ് പത്മജ വേണുഗോപാൽ പരാജയപ്പെടുന്നത്. പക്ഷെ കഴിഞ്ഞ തവണയുള്ള ബാലചന്ദ്രൻ ഇത്തവണ മത്സരിക്കുന്നില്ല. CPI-യുടെ സത്യത്തിൽ CPI-യുടെ ബാലചന്ദ്രൻ ജയിക്കുമെന്ന് കഴിഞ്ഞോളൂ വിചാരിച്ചല്ല. ഇത്തവണ CPI-യുടെ ബാലചന്ദ്രൻ മത്സരിക്കുന്നില്ല, പുതിയ സ്ഥാനാർത്ഥിയാണ് വന്ന് മത്സരിക്കുന്നത്. പക്ഷെ ഇത്തവണ കോൺഗ്രസിന്റെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുണ്ട്. ആ കോൺഗ്രസിന്റെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അവിടെ ജയിക്കാനാണ് സാധ്യത. ഒന്നാമത്തെ കാര്യം, പ്രത്യേകിച്ചും പത്മജ BJP-യിലേക്ക് പോവുകയും FCRA പോലെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഒരു ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ പഴയ പോലെ തന്നെ പത്മജയ്ക്ക് കിട്ടിക്കൊള്ളണം എന്ന് നിർബന്ധം കോൺഗ്രസിന് കിട്ടും ഇല്ല. അത് കോൺഗ്രസിന് കിട്ടും. അത് മറ്റേ രാജൻ കിട്ടും. പഴയ മേയറാണ്. അദ്ദേഹത്തിന് ഇത്തവണ വലിയ പിന്തുണ അത്തരം സമുദായങ്ങളോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കിട്ടും. അതുകൊണ്ട് തന്നെ രാജൻ പല്ലനോട് ജയിക്കാനാണ് സാധ്യത. CPI പരാജയപ്പെടും. പിന്നുള്ളത് നമുക്കറിയാം, ചാത്തന്നൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലമാണ്. ചാത്തന്നൂര് കഴിഞ്ഞ തവണയൊക്കെ ആയിട്ട് രണ്ടാമത് വരുന്നത് എനിക്ക് തോന്നുന്ന ഗോപകുമാറാണ് മത്സരിക്കുന്നത്, BB ഗോപകുമാർ. അപ്പൊ അദ്ദേഹം രണ്ടാമത് വരുന്നതാണ്, വലിയ ഫൈറ്റ് കൊടുക്കുന്നതാണ്. പക്ഷെ ഇത്തവണയും ഫൈറ്റ് കൊടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ജയിക്കാനുള്ള അത്രയും പോകുന്നൊരു ഫൈറ്റിലേക്ക് എത്താനൊരു സാധ്യതയും ഇല്ല. പിന്നെ നമുക്ക് നോക്കാൻ കഴിയുന്നത് 4 മണ്ഡലങ്ങൾ തിരുവനന്തപുരത്തുള്ളതാണ്. ആ തിരുവനന്തപുരത്തുള്ള മണ്ഡലം എന്ന് പറയുന്നത് ഒന്ന് നേമമാണ്. നേമത്ത് ഇപ്പോഴും അവർക്ക് വലിയ സാധ്യതയുണ്ട്. അവർ ഈസിയായി ജയിക്കേണ്ട ഒരു മണ്ഡലമാണ് യഥാർത്ഥത്തിൽ നേമം. കാരണം 66,000-ലധികം വോട്ടുകൾ ലോക്സഭയിലേക്ക് നേടിയതാണ്. ഏതാണ്ട് 5,000-ലധികം വോട്ടുകൾ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഭൂരിപക്ഷം ഉള്ളതാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ V ശിവൻകുട്ടി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഇതൊക്കെ മറികടക്കാനും നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിക്കാനും പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഒരു തോന്നൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെടുമെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ഒരു സ്ലൈറ്റ് എഡ്ജ് ശിവൻകുട്ടിക്കാണുള്ളത്. മുഴുവനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, അവസാന നിമിഷം മാറി തിരിഞ്ഞൊക്കെ വരാം. പക്ഷെ SDP-യുടെ പിന്തുണ ശിവൻകുട്ടിക്കുണ്ട്. അങ്ങനെ വലിയ ഒരു കൺസോൾട്ടേഷൻ ശിവൻകുട്ടിക്ക് അനുകൂലമായിട്ട് അവിടെ ഉണ്ട്. അത്രത്തോളം രാജീവ് ചന്ദ്രശേഖരൻ അവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ CPM ഒക്കെ നടത്തിയിട്ടുള്ള ഒരു വ്യാപകമായിട്ടുള്ള പ്രചരണമുണ്ട്. ആ പ്രചരണത്തിലൊക്കെ ജനത്തിന് ഒരു ചെറിയ വിശ്വാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ആക്സസബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനല്ല. MLA എന്ന് പറയുന്ന പോലെ പുള്ളിനെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ചെന്ന് വേണമെങ്കിൽ കാണാൻ കഴിയില്ല. മറ്റത് അത് രാജീവ് ചന്ദ്രശേഖർ സാറാണ്, മറ്റത് ശിവൻകുട്ടി അണ്ണനാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശിവൻകുട്ടി അല്ല വേറെ ആരെങ്കിലും ആണ് അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് ഇപ്പോഴേ വിജയം ഉറപ്പിക്കാൻ കഴിഞ്ഞേനെ. പിന്നെ ഉള്ളത് വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവില് രക്ഷയില്ല. വട്ടിയൂർക്കാവിൽ ഉറപ്പായിട്ടും മേയർ ബ്രോ എന്ന് വിളിക്കുന്ന പ്രശാന്ത്, VK പ്രശാന്ത് തന്നെ ജയിക്കും. കാരണം പ്രശാന്ത് അത്ര ജനകീയനാണ്. അവിടെ വട്ടിയൂർക്കാവില് കെ മുരളീധരൻ മത്സരിക്കുന്നുണ്ട്. കെ മുരളീധരൻ പരാജയപ്പെടാനാണ് സാധ്യത. കാരണം കോൺഗ്രസിനകത്ത് തന്നെ വലിയ യൂണിറ്റിയാണ്. കാരണം മുരളീധരൻ ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഒരു മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ തന്നെ തീർത്തേക്ക് എന്നുള്ളതാണ് അവിടെ കുറെ പേരുടെ
ആഗ്രഹം. പക്ഷെ നായർ വോട്ടുകൾ വലിയ കൂടുതലുള്ള ഒരു സ്ഥലമാണ്, വേണമെങ്കിൽ ജയിക്കേണ്ടതാണ്. പക്ഷെ അപ്പോഴെങ്കിലും ഞാൻ വിചാരിക്കുന്ന ഇത്തവണ മറ്റേ വി കെ പ്രശാന്ത് തന്നെ ജയിക്കുന്നതാണ്. വി കെ പ്രശാന്ത് ഭയങ്കര കോൺഫിഡൻസിലാണ്. വി കെ പ്രശാന്ത് പറയുന്നത് 13,000-നും 21,000-നും ഇടയിൽ വോട്ടിന് ജയിക്കും. വി കെ പ്രശാന്ത് 100% ഉറപ്പിലാണ്. ഞാൻ പറയുന്നത് വെറുതെ പറയുന്നതല്ല, പുള്ളി ഉള്ളിൽ തട്ടി തന്നെ പറയുന്നത്. ഇപ്പൊ പുറത്ത് പറയുന്നതല്ല ഞാൻ പറഞ്ഞ, പുള്ളി ഉള്ളിൽ തട്ടി തന്നെ വിചാരിക്കുന്ന ഒരു 15,000 വോട്ടിലധികം നേടി ജയിക്കുമെന്നാണ്. കാരണം അത്രയും ജനകീയനാണ് പുള്ളിയോട്. അപ്പൊ അതുകൊണ്ട് പുള്ളിയോട് പെരുമാറുമ്പോൾ അങ്ങനെ തോന്നിക്കാണും, നമുക്കറിയില്ല. പക്ഷെ എങ്കിലും ജയിക്കാനുള്ള സാധ്യതയാണുള്ളത്. പിന്നെ ഏറ്റവും വലിയൊരു ഗുണവും കൂടി അവിടെ കിട്ടി, വട്ടിയൂർക്കാവിൽ BJP ഇട്ട ഒരു കിടിലൻ കാൻഡിഡേറ്റിനെയാണ്. അത് ശ്രീലേഖ IPSനെയാണ്. അതോടുകൂടി പുള്ളി പകുതി രക്ഷപ്പെട്ടു എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. കാരണം ശ്രീലേഖയുടെ ഡാൻസും ഇതൊക്കെ കണ്ടിട്ടുള്ള ജനത്തിന് മനസ്സിലായി ഇതൊക്കെ തുടരട്ടെ, പക്ഷെ MLA ആകേണ്ട ആവശ്യമില്ല എന്നുള്ളത് ജനത്തിന് മനസ്സിലായി. പിന്നെ നമുക്കറിയാം കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്ത് മത്സരിക്കുന്നത് V മുരളീധരനാണ്, അതുപോലെ തന്നെ ശരത്ചന്ദ്ര പ്രസാദാണ്, പിന്നെ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളി സുരേന്ദ്രന് കേരളം മുഴുവൻ അത്യാവശ്യം ചീത്തപ്പരൊക്കെ ഉണ്ടെങ്കിലും ആ മണ്ഡലത്തിൽ അദ്ദേഹം വളരെ എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള സ്വീകാര്യനായിട്ടുള്ള ഒരാളാണ്. നേമത്ത് വേറൊരു കാര്യം കൂടി നമ്മൾ പറയാൻ പറ്റൂട്ടെ. നേമത്ത് മറ്റേ ശബരിനാഥ് മത്സരിക്കുന്നുണ്ട്. ശബരിനാഥ് നല്ല രീതിയിൽ വോട്ട് പിടിച്ചേക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെടുന്നത്. അതേസമയം ശബരിനാഥ് വോട്ട് പിടിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും. അപ്പൊ ഈ കഴക്കൂട്ടത്തേക്ക് വന്നാൽ കഴക്കൂട്ടത്ത് ശരത്ചന്ദ്ര പ്രസാദിനെ ഇട്ടു. ശരത്ചന്ദ്ര പ്രസാദ് വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. V മുരളീധരൻ കഴിഞ്ഞ 5 കൊല്ലവും അവിടെ പണിയെടുത്തിട്ടുള്ള ഒരാളാണ്. കടകംപള്ളി സുരേന്ദ്രൻ അവിടെ വളരെ സ്വീകാര്യനായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ശബരിമല ഇഷ്യൂ അടക്കം കൊള്ളയടക്കം അവിടെ ബാധിക്കാൻ പോകുന്ന ഒരു പ്രദേശമാണ്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖരനേക്കാൾ കുറച്ചുകൂടി സാധ്യത V മുരളീധരന് ഒരു പെർസെന്റേജ് എങ്കിലും കൂടുതൽ, അല്ലെങ്കിൽ ഒരു 1/2% കൂടുതൽ സാധ്യത V മുരളീധരൻ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം V മുരളീധരൻ കഴിഞ്ഞ 5 കൊല്ലവും അവിടെ വലിയ തോതിലുള്ള എഫേർട്ട് നടത്തിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. നേമവും കഴക്കൂട്ടവും മാത്രമാണ് നമുക്കൊരു ഡൗട്ട് ഉള്ളത്. പിന്നെ ഉള്ളത് കാട്ടാക്കടയാണ്. കാട്ടാക്കടയിൽ വലിയ അത്ഭുതമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ PK കൃഷ്ണദാസാണ് മത്സരിക്കുന്നത്. ഒരു 30% വോട്ടുകൾ പിടിച്ചേക്കാം ഇത്തവണ. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഒരു വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാനില്ല. അതുകൊണ്ട് മാക്സിമം വന്നാൽ 2 സീറ്റ്. BJPക്ക് 10-20ഓളം മണ്ഡലങ്ങളിൽ 10-20,000-നും 30,000-ത്തിലധികം വോട്ടുള്ള 40 മണ്ഡലങ്ങളുണ്ട്. ഞാൻ 40 മണ്ഡലങ്ങളിലെല്ലാം ജയപരാജയങ്ങൾ BJP നിശ്ചയിക്കും. ആ മണ്ഡലങ്ങളിലും ജയപരാജയം BJP നിശ്ചയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJPക്ക് അങ്ങനെ ഒരു വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വോട്ട് പിടിക്കലൊന്നും നടക്കില്ല. അവർക്കുള്ള ഒരു വോട്ടുണ്ട്, ആ വോട്ടുകൾ കിട്ടും. അപ്പൊ ഒരു 37-38% വോട്ട് മേടിക്കുന്നവർ ജയിച്ചു പോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനപ്പുറത്തേക്കുള്ളൊരു സാധ്യതകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ഡേഞ്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ എത്ര വോട്ടുകൾ BJP പിടിക്കുമെന്നുള്ളതാണ്. സത്യത്തിൽ BJP വോട്ട് പിടിച്ചാലും UDF പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. BJPക്ക് വോട്ട് കുറഞ്ഞാലും UDF പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതായത് BJPക്കുള്ള വോട്ട് കുറഞ്ഞുകൊണ്ട് BJP എന്തായാലും ജയിക്കില്ല, എന്നാൽ അത് ചെയ്തേക്കാം, വേറെ ആർക്കെങ്കിലും ചെയ്തേക്കാമെന്ന് വിചാരിച്ചാൽ അത് ചെയ്യാൻ സാധ്യത ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഇടതുപക്ഷത്തിനാണ്. അപ്പൊ അങ്ങനെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണ തന്നെ 2016 26 ലക്ഷം വോട്ടുകൾ 30 ലക്ഷം വോട്ട് BJP കിട്ടിയെങ്കിൽ 2021 വന്നപ്പോൾ BJPക്ക് 2.5% വോട്ട് കുറയുകയും ഏതാണ്ട് 4,10,000 വോട്ട് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ 4 ലക്ഷം വോട്ടുകൾ കഴിഞ്ഞ തവണ കുറഞ്ഞതുപോലെ ഞാൻ വിചാരിക്കുന്നത് ഇത്തവണ വേണമെങ്കിൽ BJPക്ക് ഒരു 10-12 ലക്ഷം വോട്ട് ലോക്സഭയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടിയ 38 ലക്ഷം വോട്ടുകളിൽ കുറഞ്ഞേക്കാം. അങ്ങനെ കുറഞ്ഞാൽ ആ വോട്ടുകൾ മൊത്തമായിട്ട് ആർക്കെങ്കിലും ഏതാണ്ട് ഒരു 80-90% അത് LDFന് ചെല്ലും. ആളുകൾ എന്റെ വിശ്വാസം അത് LDFന് ചെല്ലും എന്നാണ്. കാരണം എന്താ വെച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ജമാഅത്തെ ഇസ്ലാമിയും അല്ല, അതിന്റെ ഒപ്പം ഭരണപക്ഷ വിരുദ്ധ വികാരം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ UDFന് ചെല്ലും ചെന്നുകൂടെ? അല്ല, UDFന് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോലും അതിനൊരു 20-25% വോട്ടേ മാക്സിമം കിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഭരണവിരുദ്ധ വികാരം ഒക്കെ ഉണ്ടെങ്കിൽ പോലും വയനാടിന്റെ ഫണ്ടിന്റെ ഇഷ്യൂവും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ബന്ധവും ഒക്കെ തന്നെ ഈ വോട്ടുകൾക്ക് വലിയ തോതിലുള്ള ഡാമേജ് UDFന് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പൊ നിങ്ങൾ ഒരു ഉദാഹരണം മാത്രം എടുത്തു വെച്ചാൽ TP സെൻകുമാർ തുറന്നു പറഞ്ഞ ഓർക്കുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ CPM വിരുദ്ധ വലിയ CPM വിരുദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പിണറായി വിജയനെതിരാണ്. അദ്ദേഹത്തെ വലിയ തോതിൽ ദ്രോഹിക്കുകയും അദ്ദേഹം ഏറ്റവും ഒടുവിൽ എങ്ങനെയാണ് ഒരു ദിവസം DGP ആയിട്ട് ഇരുന്നതെന്നൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ മനുഷ്യൻ പോലും പറയുന്ന ഒരു വാചകം എന്ന് പറഞ്ഞാൽ ഹാർഡ് കോർ ആയിട്ടുള്ള BJP വർക്കേഴ്സിന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല CPM ഹാർഡ് കോർ ആയിട്ടുള്ള BJP വർക്കേഴ്സിന്റെ വോട്ട് BJPക്ക് ഇത്ര ഇല്ലല്ലോ. 38 ലക്ഷം വോട്ട് എവിടെയാണ് ഹാർഡ് കോർ ആയിട്ടുള്ള BJP വർക്കേഴ്സിന്റെ വോട്ട് കിട്ടുന്നത്? അത്ര വോട്ടൊന്നുമില്ല. ഹാർഡ് കോർ ആയിട്ടുള്ള BJP വർക്കേഴ്സ് കൂടിയെന്ന 10-15 ലക്ഷം അല്ലെങ്കിൽ മാക്സിമം വന്ന ഇപ്പൊ CPM പോലുള്ള അംഗസംഖ്യ എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. കാൻഡിഡേറ്റ് മെമ്പർമാർ കൂട്ടിയാൽ 7 ലക്ഷമാണ്. BJPക്ക് എത്ര ഉണ്ടാവും? കൂടിയെന്ന് ഒരു 5 ലക്ഷം ഹാർഡ് കോർ വർക്കേഴ്സ് ഉണ്ടാവും. ഈ 5 ലക്ഷം ഹാർഡ് കോർ വർക്കേഴ്സ് അവരുടെ ഫാമിലി ഒക്കെ കൂടി നോക്കിയാൽ പോലും ഒരു 10-15 ലക്ഷം പേര് എന്ത് ചെയ്യുള്ളൂ?
ഉണ്ടാവുള്ളൂ. നിങ്ങൾ അറിയേണ്ടത് മഹാഭൂരിപക്ഷം വരുന്ന BJPക്ക് ലോക്സഭയിലേക്ക് കിട്ടിയ വോട്ടുകളിൽ മഹാഭൂരിപക്ഷം ആളുകളുടെ വോട്ട് എങ്ങനെയാണ്? അവരുടെ അനുഭാവികളുടെ വോട്ടാണ്. മനസ്സിലായ? ആ അനുഭാവികളുടെ വോട്ട് കൃത്യമായിട്ട് ആർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്? ഇത്തവണ LDFന് കിട്ടാൻ സാധ്യതയുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം മുസ്ലിം ലീഗൊക്കെ തന്നെ ഇടക്ക് മറ്റേ വെറുതെ ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ഉപമുഖ്യമന്ത്രി പദം ചോദിക്കുകയും വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകളൊക്കെ പല വാചകങ്ങൾ പറയുകയൊക്കെ ചെയ്തതൊക്കെ ഒരു ഇമ്പാക്ട് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ എന്താണെങ്കിലും എക്സിറ്റ് പോളുകൾ വരുമായിരിക്കും. അന്നേരം നമുക്ക് ബാക്കിയുള്ളത് അറിയാം. ഇനി എക്സിറ്റ് പോളുകളും വച്ചാൽ പോലും മുഴുവൻ അറിയാൻ പറ്റില്ല. കൃത്യമായിട്ട് അറിയാൻ 4-ാം തീയതി വരെ കാത്തിരിക്കാം.